ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ചിത്രം ഇനിയും വ്യക്തമല്ല. അതൊരു പ്രധാന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ വളരെ ആദ്യ മണിക്കൂറുകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് എങ്ങനെയാണ് കുറെ മണിക്കൂറുകൾ കഴിയുന്നതോടുകൂടി ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതോടുകൂടി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലചിത്രം മാറി മറിഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അവസാന ഈ സമയം വെച്ചിട്ട് ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവസാന വിലയിരുത്തലുകൾക്ക് ഇപ്പോഴും സമയമായിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പ്രാഥമികമായ പല സൂചനകൾ, പ്രത്യേകിച്ച് 2014 മുതലുള്ള കഴിഞ്ഞ 11 വർഷത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ നോക്കിയാൽ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക്, ജനതയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടാത്ത തെരഞ്ഞെടുപ്പുകളാണ് പൊതുവിൽ സംഭവിക്കുന്നത്. മതം, ജാതി, അതുപോലെയുള്ള പ്രാദേശികത തുടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ ജനജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രശ്നങ്ങൾ മുൻനിർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ പൊതുവെ 2014 തൊട്ടുള്ള കാലങ്ങളിൽ ഇന്ത്യയിൽ നിയന്ത്രിക്കപ്പെടുന്നതായി നമ്മൾ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ബീഹാറിന്റെ ഒരു ചിത്രവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യത്യസ്തമേ ആയിരുന്നില്ല. ഒരുപക്ഷെ ജീവിതത്തിന്റെ മേൽത്തട്ടിൽ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധയെത്താത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവാദ വേദികളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, പ്രചാരണ വേദികൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന BJPക്കാണ് മുൻകൈ ലഭിക്കുന്നത് എന്നൊരു വാസ്തവമാണ്. കാരണം മതം എന്നുള്ളത് അത്രയും പഴയ ഒരു സംഗതിയാണ്. കാര്യങ്ങളെ മതവൽക്കരിക്കുക, ഒരുപക്ഷെ മതം ഒരു പ്രധാനപ്പെട്ട സംഗതിയായി തീരുക, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നം മതം എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണം ഉണ്ടാകുമ്പോൾ അത് മിക്കവാറും അതിനെ മുൻനിർത്തിയിട്ട് തങ്ങളുടെ എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിന് കരുപ്പിടിപ്പിച്ചിട്ടുള്ള BJP സഹായിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രചാരണം ഒരുപക്ഷെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെയും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു നിലയിൽ കരുതേണ്ടത്. അതോടൊപ്പം നിതീഷ് കുമാർ ഗവൺമെന്റ് അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അവര് ഒരുപക്ഷെ നരേന്ദ്രമോദിയും സംഘവും ഏറ്റവും മോശമായി ആക്ഷേപിക്കാറുള്ള മറ്റു പാർട്ടികളുടെ ഗവൺമെന്റുകൾ നടപ്പിലാക്കുമ്പോൾ ഈ പറയുന്നല്ലേ ജനങ്ങൾക്ക് കൈക്കൂലി നൽകുന്നു എന്ന തരത്തിൽ ആക്ഷേപിക്കാറുള്ള ഡയറക്ട് പേയ്മെന്റിൻ്റെതായിട്ടുള്ള നേരിട്ടുള്ള ധനവിതരണത്തിൻ്റെതായിട്ടുള്ള പല പദ്ധതികൾ ബീഹാറിൽ നിതീഷ് കുമാർ BJP ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ഇമ്പാക്ട് ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാർക്കകത്തൊക്കെ വലിയ തോതിൽ ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരൊക്കെ ഇടക്കാലത്തിന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതും കൂടി ഇത്തരം കാര്യങ്ങളും കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. കാരണം ആളുകൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവസാന തീരുമാനങ്ങൾ അവസാനമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ ധാരാളമായിട്ടുള്ള ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ എന്ന് പറയുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്വാധീനമായി തീർന്നിട്ടുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഇതേക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന തരത്തിൽ BJP തൂത്തുവാരാനാണ് പോകുന്നത് എന്നൊരു നിലയിലുള്ള നിഗമനത്തിലേക്ക് എത്താനായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതുപോലെ തന്നെയും ഈ അടിസ്ഥാന കാര്യങ്ങൾ പ്രധാനമായിട്ടും ബീഹാറിലെ ജനങ്ങൾക്കൊക്കെ തന്നെയും അവിടെ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഉൾഗ്രാമങ്ങളിലൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അവിടെ അക്കാര്യങ്ങൾ അനുസരിച്ചുള്ള ഒരു പ്രചരണം നമുക്കറിയാം BJP പലപ്പോഴും നടത്തുന്ന രീതി അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ തന്നെ ആ ഒരു കൃത്യമായിട്ട് ആ ആവശ്യമുള്ള കാര്യങ്ങൾ അത് എത്തുന്നില്ല എന്നൊരു കാര്യം അത് വസ്തുത തന്നെയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ അവിടെ ആളുകളൊക്കെ തന്നെയും ഇതിന്റെ ഒരു പ്രതിഫലനമാണോ ഇതിൽ കണ്ടത്? ഹലോ, എന്നോടാണോ? അതെ അതെ അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സംസ്ഥാനമാണ് ബീഹാർ. ഈ ബീഹാറിലെ തൊഴിലില്ലായ്മയുടെ ഉത്തരവാദിത്തം വാസ്തവത്തിൽ നിതീഷ് കുമാർ നേരിട്ട് വഹിക്കേണ്ടതാണ്, BJP വഹിക്കേണ്ടതാണ്. കാരണം അവർ എത്രയോ കാലമായിട്ട് ഇത്ര തെരഞ്ഞെടുപ്പുകളിലായി അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. പക്ഷെ ഈ ഒരു സ്ഥലത്തേക്കുള്ള പ്രചാരണം, ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ അവിടെയൊക്കെ പ്രചരണം നടന്നിട്ടുള്ള ഒരു പ്രധാന കാര്യം ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈനിക നടപടിയുടെ കാര്യമാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രശ്നമായി കൊണ്ടുവരാൻ പറ്റുക?
രാജ്യസുരക്ഷ തീർച്ചയായിട്ടും അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യന്റെ സുരക്ഷയാണ്. മനുഷ്യന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ അയാൾക്ക് ജോലി ഉണ്ടാകുക, അയാൾക്ക് വരുമാനം ഉണ്ടാകുക, അയാൾക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ അടിസ്ഥാനം. ഇപ്പോ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പില് നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഇപ്പൊ സോറാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒക്കെ കാര്യത്തിൽ ആളുകളെല്ലാം ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മാധ്യമങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാർ, രാഷ്ട്രീയ വിദഗ്ധന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമാണ്. പക്ഷെ അവിടെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ അസമത്വം ഉണ്ട് എന്നുള്ള കാര്യം, വംശീയതയുണ്ട് എന്നുള്ള കാര്യം, മതപരമായ തുല്യത ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം. അതുപോലുള്ള ജീവിതത്തിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ജനാധിപത്യ വ്യവസ്ഥയിലാകുമ്പോൾ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ മനുഷ്യനായി നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ചർച്ചയായി എന്നുള്ളതാണ്. അതിന്റെ പുറത്താണ് സോറാൻ മംദാനിയെ പോലുള്ള DSAക്കാരൻ, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് അമേരിക്കയിലെ അംഗമായിട്ടുള്ള ഒരാൾ അവിടെ ജയിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത തരത്തിൽ മതത്തിന്റെ വൈകാരികതയും ഒരുപക്ഷെ അതിന്റെ വിദ്വേഷം തറകെട്ടിയിട്ട് ജനങ്ങളെ ഈ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ ഒരിക്കലും എത്താത്ത തരത്തിൽ തടയുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഈ പറയുന്ന അവിടുത്തെ ഈ പറയുന്ന BJP NDA സഖ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇന്ത്യ പോലൊരു തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കൃത്യമായിട്ട് തന്നെ അത് എങ്ങനെയോ ചൂഷണം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ജാതീയത, അതൊക്കെ തന്നെയാണ് ഇവർ അവിടെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങളെ. കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ പിന്നോക്ക സംസ്ഥാനമായി മാറി എന്നൊരു ചോദ്യം ചോദിക്കാനും അതിനൊരു മറുപടി കണ്ടെത്താനും ഒരുപക്ഷെ അവിടുത്തെ യുവജനങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിങ്ങൾക്ക് തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന തൊട്ട് മുമ്പിൽ നിങ്ങൾ അക്കൗണ്ടുകളിലേക്ക് വെച്ച് പണം തരുന്നു, എന്ത് വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനങ്ങളൊന്നും ബീഹാർ എന്ന് പറയുന്നത് ഇപ്പോ അടിയന്തരാവസ്ഥയുടെ തൊട്ട് മുമ്പുള്ള മാറ്റങ്ങളുടെ തുടക്കം ബീഹാർ. രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ബീഹാറിൽ, ഈ മതം, വർഗീയത ഇതൊന്നുമില്ല. ഈ പറയുന്ന അതിർത്തിയിലെ പ്രശ്നങ്ങൾ വെച്ചിട്ടല്ല, സൈനിക നടപടികളുടെ വിജയം വെച്ചിട്ടല്ല ഈ പറയുന്ന മനുഷ്യർ ജനാധിപത്യ രാഷ്ട്രീയത്തെ പരിഗണിച്ച് അവിടെ എത്തിച്ചേർത്തിരിക്കുന്നു. അപ്പൊ അത് ഒരുപക്ഷെ കുറെ കൂടി കാലം കഴിയുമ്പോൾ ഇന്ത്യക്കാര് തീർച്ചയായിട്ടും ബീഹാറികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ മറികടക്കും. കാരണം എത്ര കാലമാണ് ഒരു ജനതയുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ആ ജനതയ്ക്ക് ഒളിച്ചോടാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോൾ പോലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ ഫലസൂചനകൾ ഇപ്പോഴും BJPയും ഈ NDAയും തൂത്തുവാരിയാണെന്നുള്ള ഒരു ട്രെൻഡാണ് നിൽക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ അവസാന ഫലം അങ്ങനെ ആവണമെന്നില്ല എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.